ഒരുപാട് വ്ളോഗ്സ് കാണുന്നുണ്ടല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു ബ്ലെസ്സിംഗ് ആണ്. യു ഗെറ്റ് ടു നോ അബൌട്ട് മെനി തിങ്സ്. പക്ഷേ ഓൺ ദി അതർ സൈഡ് ഇതൊരു കേഴ്സായിട്ട് മാറുന്നത്. ഇതിൽ ഏത് ശരി ഏത് തെറ്റ്, എന്തിലോട്ട് പോകണം എന്തിലോട്ട് പോകണ്ട, ഒരു വീഡിയോയിൽ ചിലപ്പോൾ പറയുന്നുണ്ടാവും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നന്നാവും, മറ്റേ ഇതിന്റെ എഗൻസ്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. നമ്മുടെ അടുത്ത് വരുന്ന പല കേസുകളിൽ ഹസ്ബൻഡ്സും വൈഫ്സും ഒക്കെ വരുന്ന ടൈമിൽ ഇവർ വന്നിട്ട് പറയും എന്റെ ഹസ്ബൻഡിന് NPD ആണ്, എന്ന് വെച്ചാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണ്. ചോദിച്ചു പോലും ഇല്ല, നമ്മുടെ അടുത്ത് വരുന്ന 2 മിനിറ്റിനുള്ളിൽ പറയും നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവരൊന്ന് ശരിയാക്കണം. ഇതേപോലെ കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോ കുഞ്ഞിന് ADHD ആണ്. ഈ ADHD അല്ലെങ്കിൽ ADD ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ എടുത്തങ്ങ് പറയേണ്ട കാര്യങ്ങളല്ല. അതിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്, ഒരുപാട് നോംസ് ഉണ്ട്. മുക്കുമൂലയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇതാണോ അതാണോ, കോൺസെൻട്രേഷൻ ഫോക്കസ് ഇല്ല ADHD ആണ്, കോൺസെൻട്രേഷൻ ഫോക്കസും ഇല്ലാത്ത എല്ലാ ADHD അല്ല, സെൽഫ് ഡയഗ്നോസിസ് ആണ്. ChatGPT, ഗൂഗിൾ റേറ്റ്സ് ഓഫ് ഇത് കണ്ടുപിടിക്കുക, ഉണ്ടോ നോക്കുക, വരിക. അതിപ്പോ എത്രയോ വർഷങ്ങൾ പഠിച്ചിട്ടിരിക്കുന്ന നമുക്ക് തന്നെ കൺഫ്യൂസ് ചെയ്ത് എന്തുകൊണ്ട് ഇത് അപ്പൊ തന്നെ മെഡിസിൻസ് തന്നോന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഫെയർ. അപ്പൊ ഇതേ സെയിം കാരണം ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചതുപോലെ പണിഷ്മെന്റ് ഡിസിപ്ലിന്റെ കാര്യത്തില് ഒരുപാട് വീഡിയോസിനെയും ഒരുപാട് ടോക്കുകളെയും ആശ്രയിച്ച് പോണ ഒരു ഇതിലാണ്. അപ്പൊ അവർക്ക് അവരുടെ ഐഡന്റിറ്റി അവിടെ പോവാണ്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പോയിന്റ് എന്താണ്, എവിടാണ് എന്റെ മോളിന് അല്ലെങ്കിൽ മോൾക്ക് ഇത് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫോമിംഗ് എ ബാലൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ആ പണിഷ്മെന്റ് ആ കുട്ടിക്ക് ഡിസേർവിംഗ് ആണോ അല്ലേന്നൊന്ന് അറിയണത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തേപ്പൊട്ടി എടുക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ അടുത്ത് അയ്യോ മോനെ ചക്കരക്കുട്ട എടുക്കല്ലേ എന്ന് പറയുന്ന കാര്യമില്ല. അവിടെ ഒരു കൊട്ടടി കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ വേറെ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഒരു തിന്നാനുള്ള കാര്യം കുട്ടി ഓടിപ്പോയി ചാടി എടുത്തു, അതിന് നമ്മൾ എല്ലാത്തിനും കയറി അങ്ങ് നോ പറയേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ പറയേണ്ട സ്ഥലത്ത് കൺട്രോൾ ആയിട്ട് നമ്മൾ പറയാൻ നമ്മൾ പഠിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ജെന്റിൽ ആവാം പക്ഷെ പെർമിസീവ് ആവില്ല. നിങ്ങളുടെ ബൗണ്ടറി നിങ്ങൾ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.